അക്കൗണ്ട് പൂട്ടിയെടുത്ത് നിന്ന് ഒന്നല്ല മൂന്നെണ്ണമായിട്ടൊരു വൻപം തിരിച്ചു വരുമോ. ചിഹ്നം താമരയായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല അവിടുത്തെ വോട്ട്. കേന്ദ്രമന്ത്രി വന്ന് മത്സരിച്ചിട്ട് പോലും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ട് കുറഞ്ഞു. 12,000 വോട്ട് തൃശ്ശൂർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്മയ്ക്ക് മാത്രമായിട്ട് സംഭവിച്ചൊരു തിരിച്ചടി എന്ന് പറയേണ്ടി വരും. MD രമേശ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇതാവില്ല ചിത്രം. BDSന്റെ ഒരു നേതാവിനെ മത്സരിച്ച് ഒരാളുടെ പേര് ചോദിച്ചാൽ പോലും ഒരു പക്ഷേ ജിതേഷിന് അറിയില്ല. NDAയുടെ മൊത്തം എടുത്ത് കഥ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കും 37 സീറ്റിൽ വോട്ട് കുറയാനുണ്ട്. വലിയ UDF തരംഗത്തിനിടയിലും കേരളത്തിൽ BJP അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം പിടിച്ചെടുത്തു. 3 സീറ്റുകൾ, നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ. കേരളത്തിൽ വരുന്ന ആളുകളിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റത്തിലേക്കുള്ളൊരു സൂചനയാണോ അത്? അത് രണ്ട് രീതി പറയാം. 3 സീറ്റ് എന്ന് പറയുന്ന അവരുടെ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. നമുക്കറിയാം 2016 ഒരൊറ്റ സീറ്റ് കിട്ടി, പക്ഷേ 2021 അത് നഷ്ടപ്പെട്ടു. അക്കൗണ്ട് പൂട്ടിയെടുത്ത് നിന്ന് ഒന്നല്ല മൂന്നെണ്ണമായിട്ടൊരു വൻപം തിരിച്ചു വരുമോ അവരെ സംബന്ധിച്ച് പറയാം. അങ്ങനെ പറയുമ്പോൾ പോലും അതിനൊരു മറുവശം കൂടിയുണ്ട്. കാരണം BJPയെ സംബന്ധിച്ച് ശരാശരി കേരളത്തിൽ ഒരു ആവറേജ് 15% മുകളിലൊക്കെ വോട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 ജില്ലയിൽ 20% വോട്ട് കിട്ടി. ലോക്സഭയിൽ 19.72% വോട്ട് കിട്ടി. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ എടുത്ത് നോക്കുമ്പോൾ BJP എന്നല്ല മൊത്തം NDAയുടെ വോട്ട് ഷെയറിൽ ഒരു അല്പം പോലും ചേഞ്ച് ടോട്ടലാണ് പറയുന്നത്. ചില മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയിട്ടുണ്ട്, ചിലയിടത്ത് കുറഞ്ഞിട്ടുണ്ട്. ഓവറോൾ കേരളത്തിൻ്റെ ഒരു മൊത്തം ഫിഗർ എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ 14.72% അതിനടുത്താണ് NDAയുടെ വോട്ട് ഷെയർ. അത് BJP ഏകദേശം 1.5% കൂടി. അത് BJPയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ 2021 ആയിട്ട്. പക്ഷേ 2016 ഈ വോട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ 14.75% വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ BJPക്ക് ആ രീതിയിലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. ചില ഉറച്ച വിജയപ്രതീക്ഷ അവർ പങ്കുവെച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ പുതിയതായി രൂപം കൊണ്ട A ക്ലാസ് മണ്ഡലങ്ങൾ അവർ ലിസ്റ്റ് ചെയ്ത A ക്ലാസ് മണ്ഡലങ്ങളിൽ ചില ഘടകകക്ഷികൾക്ക് കൊടുക്കുകയും അവിടെ ആ ഘടകകക്ഷികൾ വളരെ ദുർബലമായി പെർഫോം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് അത് സംഭവിച്ചു. മറുവശത്ത് BJP സംബന്ധിച്ചോ 3 സീറ്റ് എന്ന് പറയാൻ ചെറുതല്ല. കാരണം ഒരു ഇന്ത്യ എപ്പാടും ഒരു സീറ്റ് പോലും ഇല്ലാതെ ഒറ്റയടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനം തന്നെ പിടിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വലിയ വളർച്ച നേടിയൊരു പാർട്ടിയാണ്. 3 സീറ്റിന്റെ മാത്രമല്ല, അവർ 6 രണ്ടാമത് വരികയും. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ 6 രണ്ടാമതായിരുന്നു. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20% സീറ്റുള്ള 30ഓളം മണ്ഡലങ്ങൾ ഇപ്പോൾ BJP ഉണ്ട്. അത് ശരിയാണ്. അപ്പം ഒന്ന് പറഞ്ഞാൽ എത്രയാണ് 4-1 സീറ്റിൽ അത്രയും വോട്ടുണ്ട്. അത് അവരുടെ വളർച്ചയെ അത് അടയാളപ്പെടുത്തുന്നുള്ളത് ശരിയാണ്. ഇനി അതിനൊപ്പം തന്നെ ഇപ്പം ജയിച്ച ഈ പറഞ്ഞ 3 സീറ്റ് അതിനെ നമുക്കൊന്ന് വേർതിരിച്ചെടുത്ത് നോക്കാം. ഇപ്പോൾ ചാത്തന്നൂർ ഒരുപക്ഷേ ഈ നിരീക്ഷകരോ അല്ലെങ്കിൽ പൊതുവായി കേരള സമൂഹത്തിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു സീറ്റായിരുന്നു ചാത്തന്നൂർ BJP ജയിക്കുന്നുള്ളൂ. അവരുടെ A ക്ലാസ് മണ്ഡലം എപ്പോഴും എല്ലാവരും ആകാംക്ഷയോട് ഉറ്റു നോക്കുന്നത് മഞ്ചേശ്വരം, പാലക്കാട്, തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയതായി അവർ 2 സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ചാത്തന്നൂർ കഴിഞ്ഞ് 2 തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തി 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് എത്തുന്നത്. അതാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സർപ്രൈസിങ് വിക്ടറി എന്ന് പറയുന്നതിൽ ഒന്നതാണ് BJPയുടെ ആ ചാത്തന്നൂരിലെ വിജയം എന്ന് പറഞ്ഞത്. അതിൽ കഴിഞ്ഞ 2 തവണ മത്സരിച്ച BB ഗോകുമാർ അദ്ദേഹം ഈ തവണ ഏകദേശം ഒരു 9,000-ഓളം 42,000 വോട്ടുണ്ടായിരുന്ന 51,000-ന് മുകളിൽ വോട്ട് വന്നു. 9,000-ഓളം വോട്ട് വർദ്ധിച്ചു. അവിടെ അതിൻ്റെ ഒരു മറുവശം കൂടെ നമ്മൾ ആലോചിക്കുമ്പോൾ LDFന് കഴിഞ്ഞ തവണ സിറ്റിംഗ് MLA ജയലാലിനുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 12,000 വോട്ട് അല്ലെങ്കിൽ ഒരു ശരാശരി 20% വോട്ട് LDFൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി. അത് സാധാരണ നമ്മൾ പറയുക UDFൻ്റെ വോട്ട് ഗണ്യമായി കുറയുമ്പം ഇപ്പം നേമത്തെ കണക്ക് നമ്മളെടുത്ത് നേമത്ത് ഒ രാജഗോപാൽ ജയിക്കുന്ന സാഹചര്യത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ കേവലം 13,000 വോട്ടാണ്. അത് അവിടെ വീണ്ടും K മുരളീധരൻ കഴിഞ്ഞ തവണ മത്സരിക്കാൻ ചെന്നത് 36,000 ആക്കി. അപ്പോൾ എന്തുവേണ്ടി UDFൻ്റെ വോട്ട് ബാങ്ക് തിരികെ പിടിക്കാൻ ശ്രമിച്ചു. LDFൻ്റെ ആ വോട്ട് ബാങ്കിൽ കാര്യമായ നഷ്ടം ഉണ്ടാകാതെ അവർ ജയിക്കുന്ന സാഹചര്യമുണ്ട്. BJP തോറ്റു. പക്ഷേ ചാത്തന്നൂരേക്ക് വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ LDFൻ്റെ വോട്ടിൽ ഒരു 12,000 വോട്ട് നഷ്ടപ്പെടുന്നു. അതിൽ 9,000 വോട്ടും ഈ BB ഗോകുമാർ പുതിയതായിട്ട് പിടിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട് കൂടി. അതാണ് ഈ ചാത്തന്നൂരിൽ ഒരു വ്യത്യസ്തമായ ഫലമെന്ന് പറയുന്നത്. ഇനി നേമത്തോട്ട് പോയി കഴിഞ്ഞാൽ നേമത്ത് സെയിം സാഹചര്യം തന്നെ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ഈ തവണ 5,000-ഓളം വോട്ട് ജയിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ ഏകദേശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു 5,000-ഓളം വോട്ട് ഈ തവണ വർദ്ധിക്കുന്നു. 51,000 വോട്ടായിരുന്നു, 56,000 വോട്ടായി. അവിടെയും UDF സ്ഥാനാർത്ഥിയുടെ വോട്ടിൽ പക്ഷേ തിരിച്ചാണ് സംഭവം. കാരണം മുരളീധരന് 36,000 വോട്ട് കിട്ടിയത് ശബരിനാഥൻ വന്നപ്പം 29,000 വോട്ടായിട്ട് കുറഞ്ഞു. അപ്പോൾ 7,000-ഓളം വോട്ട് കുറഞ്ഞു. പക്ഷേ LDF സ്ഥാനാർത്ഥിയുടെ വോട്ടിലും 5,000-ഓളം വോട്ട് കുറഞ്ഞു. പക്ഷേ UDF സ്ഥാനാർത്ഥിയുടെ ആ വോട്ടിൻ്റെ വലിയ തകർച്ചയാണ് അവിടുത്തെ റിസൾട്ട് മറിച്ചാകാനൊരു സാഹചര്യം. ഇനി 3ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കഴക്കൂട്ടം ഈ പറഞ്ഞ പോലെ ചാത്തന്നൂർ പോലെയാണ്. കഴക്കൂട്ടം ലാസ്റ്റ് നിമിഷം വരെ
വളരെ ടൈറ്റായിട്ട് നിന്നിട്ട് ലാസ്റ്റ് 470 വോട്ടിന് അല്ലേ 470 വോട്ടിന് ലാസ്റ്റ് ബസ്സിൽ കയറി പറ്റിയ പോലെ വി മുരളി തന്നെ അവിടെ ജയിച്ചു തരും. പക്ഷേ അവിടെ കാലങ്ങളായിട്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ നേമം പോലെ തന്നെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായിരുന്നു കഴക്കൂട്ടം. ലോക്സഭയിലേക്ക് ആണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും 2ാം സ്ഥാനത്ത്, ലോക്സഭ വരുമ്പോഴത്തേനും 1ാം സ്ഥാനത്ത്. അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തില്ല. അപ്പോൾ ഈ കഴക്കൂട്ടത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ കടകംപള്ളിക്ക് കഴിഞ്ഞ തവണ ഏകദേശം 24,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടുന്ന് കടകംപള്ളിയുടെ ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ LDFന് കിട്ടിയ വോട്ട് 63,600 വോട്ടുണ്ടായിരുന്നത് ഒറ്റയടിക്ക് അത് 46,000 വോട്ടായിട്ട് പറയും. അപ്പോൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം വോട്ടാണ് LDFന് നഷ്ടപ്പെട്ടെന്നുള്ളത്. അത്രയും ശബരിമല ഇഷ്യൂ ഉണ്ട് എങ്കിൽ പോലും ജയിക്കുന്നത് കഷ്ടിച്ച് 400 വോട്ട് മാത്രമാണ് BJP. ശബരിമല മാത്രമല്ല, ഈ മൊത്തം അടിയൊഴുക്ക് വരുമ്പോൾ അതിൽ അവിടെ എന്ന് വെച്ചാൽ ഈ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് മൈനോറിറ്റി വോട്ട് താരതമ്യേന കുറവുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ ഈ പല BJP ജയിക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ തന്നെ നിയമത്തൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ക്രോസ് വോട്ടിങ്ങും കൂടെ നടക്കുന്നൊരു സംഗതിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആ ക്രോസ് വോട്ടിങ് ചെറുതായിട്ട് നടന്നതും അത് സ്വാഭാവികമായിട്ടും മത്സരം അവസാനം ആയപ്പോഴത്തേന് വി മുരളീധരനും കടകംപള്ളിയും തമ്മിലായി. ആ ക്രോസ് വോട്ടിങ്ങും കൂടെ കിട്ടിയിട്ടും അവിടെ വി മുരളീധരന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ എന്താ വെച്ചാൽ ഈ ശബരിമല ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കടകംപള്ളിയുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയധികം വോട്ടിൽ BJPയുടെ അല്ല LDFൻ്റെ വോട്ടിലുണ്ടായിരുന്ന ഒരു തകർച്ച അത് ശരിക്കും CPMനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു ഫലമാണ് ഈ കഴക്കൂട്ടത്തെ സംബന്ധിച്ച്. ഈ നമ്മൾ BJP 2ാം സ്ഥാനത്തേക്ക് വന്ന മണ്ഡലങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ BJP കഴിഞ്ഞ തവണയും ഈ തിരുവല്ല ഒഴികെ ബാക്കി എല്ലാ രണ്ടാമത് എത്തിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും കാസർഗോഡ് ആണെങ്കിലും മഞ്ചേശ്വരം ആണെങ്കിലും പാലക്കാട്, മലമ്പുഴ, ആറ്റിങ്ങൽ ഇവിടെയൊക്കെ BJP കഴിഞ്ഞ തവണയും 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. എന്നിട്ടും ഇത്തവണ അവർക്ക് ഇങ്ങനെ കൊണ്ടുപിടിച്ച പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അതിൽ നമുക്കറിയാം എല്ലാ കാലത്തെ എ ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്തെയും കാസർഗോഡത്തെയും ഫലം ഇതിനെ എല്ലാം പല വ്യാഖ്യാനങ്ങളെയും തിരുത്തുന്ന ഒരു ഫലം കൂടിയാണ്. കാരണം മഞ്ചേശ്വരത്ത് പലപ്പോഴും 80 വോട്ട് 700 വോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ലോസ് മാർജിനിൽ BJPക്ക് കൈവിട്ടു പോയ സീറ്റുകളാണ്. പക്ഷേ ഈ തവണ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 4,00,000 വോട്ടിനാണ് UDF ജയിക്കുന്നത്. കാസർഗോഡ് ആയിക്കോട്ടെ മഞ്ചേശ്വരം ആയിക്കോട്ടെ. അതെന്താ വെച്ചാൽ SIR ശരിക്കും ബാധിച്ച ഒരു മണ്ഡലം മഞ്ചേശ്വരമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു ഏകദേശം 15,000-ഓളം എനിക്ക് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നാണ് അവരുടെ ഒരു കണക്കതാണ്. അതെന്ന് വെച്ചാൽ അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ VV രമേശൻ മത്സരിച്ചപ്പോൾ 40,000 വോട്ടിലെത്തിയത്. ഈ തവണ LDF സ്ഥാനാർത്ഥിക്ക് അതിൻ്റെ പകുതി 50% വോട്ടാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ സുരേന്ദ്രന് 65,000 വോട്ടുണ്ടായിരുന്നത് 67,000 വർദ്ധിച്ചു. എന്നിട്ടും UDF സ്ഥാനാർത്ഥിക്ക് 4,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളതാണ് അവിടുത്തെ ഒരു മൊത്തം ഡെമോഗ്രഫിയെ തന്നെ മാറ്റിയെടുത്ത്. സമാനമായിട്ട് കാസർഗോഡേക്ക് വന്നത്. കാസർഗോഡ് പക്ഷേ ഏകദേശം ഒരു 9,000-ഓളം വോട്ട് LDF സ്ഥാനാർത്ഥി വർദ്ധിച്ചിട്ട് പോലും UDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം പല മടങ്ങ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ BJP ഒരുപക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേന് മഞ്ചേശ്വരത്തൊക്കെ കൂടുതൽ കാസർഗോഡ് പ്രതീക്ഷ വെച്ചത് LDF കൂടുതൽ വോട്ട് പിടിച്ചേക്കാണ്. ഈ 2 സീറ്റിലും ഒരു പരിധിവരെ SIR BJPക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇനിയും പറഞ്ഞ പാലക്കാടും മലമ്പുഴയും. പാലക്കാട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലക്കാട് മണ്ഡലത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ശ്രീധരന് കിട്ടുന്ന ഒരു വോട്ട് ഇപ്പം C കൃഷ്ണകുമാർ മത്സരിച്ചാലോ അതല്ല ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാലും കിട്ടുകയില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന് സാമുദായികമായ വിഷയങ്ങൾക്കപ്പുറം ഒരു പ്രൊഫഷണൽ ഒരാൾക്കല്ല ഒരു കോർപ്പറേറ്റ് ടെക്നോക്രാറ്റ് എന്നൊക്കെ പറയുന്ന ലെവലിൽ കിട്ടുന്ന രീതിയിൽ അന്നേരം പുറത്തുനിന്ന് BJPക്ക് പുറത്തുനിന്ന് നമ്മൾ തന്നെ മുമ്പ് ഒരു ചർച്ച പറഞ്ഞു BJPക്ക് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് BJPക്കാരിൻ്റെ അപ്പുറത്തുനിന്ന് BJPയുടെ പുറത്തുനിന്ന് കിട്ടുന്ന വോട്ടുകളുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഈ അവിടെ LDFൻ്റെ ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു പരീക്ഷണം അവർ നടത്തിയപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ആ വോട്ട് ബാങ്ക് അവരെന്താണോ കിട്ടുമെന്ന് വിചാരിച്ചു ആ വോട്ട് ബാങ്കിയുടെ അവസാനമായപ്പം BJP ജയിക്കാതിരിക്കാൻ രമേശ് പിഷാരടിക്ക് അനുകൂലമാകാൻ ആദ്യഘട്ടത്തിൽ എല്ലാവരും വിചാരിച്ചൊരു സിനിമാ താരം വരുന്നു അപ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രന് ഒരു സാധ്യത കൂടുതൽ തെളിയുന്നു എന്നാണെങ്കിൽ രമേശ് പിഷാരടി ശരിക്കും നന്നായി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയപ്പം അതല്ല അതൊരു ഫൈറ്റ് അവസാനം അങ്ങനെ തന്നെയായി. അവസാനം വന്ന വോട്ടിന് കോഴിയൊക്കെ അവർക്ക് ആ ആരോപണം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വലിയൊരു തിരിച്ചടി. പിന്നെ മലമ്പുഴ ഈ പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് അവർ പരിശ്രമിച്ചു വരുന്നു. LDFൻ്റെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് വരുന്നു. C കൃഷ്ണകുമാർ നല്ല കാൻഡിഡേറ്റാണ്, നല്ല മത്സരമാണ്. ഇതിൽ ഈ ജിതേഷ് പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ 2ാം സ്ഥാനത്ത് വന്നതിൽ നമ്മൾ ചാത്തന്നൂരിൻ്റെ അത്ഭുതപരമായ ഒരു വിജയം എന്ന് പറയുന്ന പോലെ ഒന്നാണ് തിരുവല്ലയിൽ ഈ പറഞ്ഞ പോലെ BJP സാധാരണഗതിയിൽ തിരുവല്ലയിൽ BJP 2ാമത് വരുവാൻ ഒരു സാധ്യതയും ആരും കൽപ്പിച്ചല്ല. അനൂപ് ആന്റണി നല്ല സ്ഥാനാർത്ഥിയാണ്. ആ ഒരു സംഭവം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഒക്കെ എടുത്ത് താരതമ്യം ചെയ്യുമ്പോഴും അവിടെ 3 കാരണങ്ങളുണ്ട്. ഒന്ന് 3 ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള 3 സ്ഥാനാർത്ഥികൾ LDFൻ്റെ UDFൻ്റെയും NDAയുടെയും. അങ്ങനെ ഒരു പക്ഷേ തിരുവല്ല പക്ഷേ BJPക്ക് നല്ല വോട്ട് ബേസ് ഉള്ള ഒരു സ്ഥലമാണ്.
കഴിഞ്ഞ 2021 എൻ ഡി എക്ക് കേവലം 22,000 വോട്ടുണ്ടായിരുന്നതാണ് അനൂപ് ആന്റണി ഇത്തവണ മത്സരിപ്പിക്കുന്നത് 43,000 എന്ന് പറഞ്ഞാൽ നേരെ ഡബിൾ വോട്ടാണ്. ഇങ്ങനൊരു സീറ്റിലൊക്കെ നേരെ ഡബിൾ ആയി കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി അവിടെ ഒരു ടൈം കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ചാത്തന്നൂരൊക്കെ പോലെ തിരുവല്ലയിലും ഇൻ ഫ്യൂച്ചർ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പോസിബിലിറ്റി കൂടുന്നൊരു സീറ്റാണ്. അവിടുത്തെ മൊത്തം ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ ഒരു മുൻ മന്ത്രി കൂടിയായ മാത്തുട്ടി തോമസ് സ്ഥിരമായി ജയിച്ചു വെച്ചിരുന്ന സീറ്റ് അദ്ദേഹം 3-ാം സ്ഥാനത്തായി പോവാം. 3-ാം സ്ഥാനത്തായി പോകുമെന്ന് പറഞ്ഞാൽ 62,000 വോട്ടുണ്ടായിരുന്നത് നേരെ 20,000 വോട്ട് അങ്ങ് നഷ്ടപ്പെടും, 42,000. മറുവശത്ത് ബി ജെ പിയെ സംബന്ധിച്ച് അതേ 20,000 വോട്ട് പ്ലസ് ആവുന്നു. ഇതെല്ലാം നടക്കുമ്പം കഴിഞ്ഞ തവണയും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു നൂറ്റാണ്ട് 2006 മുതൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് ജയിച്ചു വരുന്ന LDF ഈ തവണ പരാജയപ്പെട്ടപ്പോൾ UDF ആ സീറ്റ് വിജയിക്കുകയും ചെയ്തു. അത് എങ്ങനെയാണ് ഇത്രയധികം വോട്ടിന് ഷിഫ്റ്റ് വരിക എന്നൊക്കെ ഞാൻ അന്തിമമായിട്ട് നമ്മൾ റിസൾട്ട് പരിശോധിക്കുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ ചാത്തന്നൂർ പോലെയോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് തിരുവല്ല ഒരു സർപ്രൈസ് വിക്ടറിക്കുള്ള ചാൻസ് ഉള്ളൊരു മണ്ഡലമാണ്. പിന്നെ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചിരുന്നതാണ് തൃശ്ശൂരും അതുപോലെ വട്ടിയൂർക്കാവും. തൃശ്ശൂരിലേക്ക് വന്നാൽ നമ്മൾ പത്മജ വേണുഗോപാൽ പിന്നെയും തോറ്റു, കോൺഗ്രസ്സിലായിട്ടും തോറ്റു, ഇവിടെ ബി ജെ പിയിലേക്ക് വന്നിട്ടും തോറ്റു. അത് എന്തായിരിക്കും അവിടെ സ്വാധീനമായിട്ടുള്ള ഘടകങ്ങൾ? അതിലെന്താണെന്നറിയോ, കഴിഞ്ഞ തവണ ഈ ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് പത്മജ ഉന്നയിച്ചൊരു പ്രധാന ആരോപണം എന്ന് പറഞ്ഞാൽ എന്നെ കോൺഗ്രസ്സുകാർ കാലുവാരിയതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. പത്മജ കഴിഞ്ഞ തവണ തോക്കുന്നത് 900 ചില്ലുവാനും വോട്ടാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച അന്നെതിരെ നിന്ന് സുരേഷ് ഗോപിയായിരുന്നു നമ്മൾ ആലോചിക്കുക. CPI കാൻഡിഡേറ്റ് ജയിച്ചു. അതേ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് നിന്നപ്പം 14,000-ഓളം വോട്ട് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വളരെ സാധ്യത, കാരണം തൃശ്ശൂർ ജില്ലയിലെ 7-6 സീറ്റിലും കഴിഞ്ഞ തവണ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമത് വന്നു. നിയമസഭയിലേക്ക് വരുമ്പോൾ ശരിക്കും A ക്ലാസ് മണ്ഡലം ആയി തൃശ്ശൂർ ഒരു വിജയം എല്ലാവരും പ്രതീക്ഷിച്ചു. അതിൻ്റെ ഒരു പരിതസ്ഥിതി തൃശ്ശൂർ എന്ന് പറയുന്നത് ജയിക്കാൻ പറ്റുന്നൊരു കാൻഡിഡേറ്റുമാണ് പത്മജ. ഞാൻ പറയുന്നത് വ്യക്തിപരമായല്ല, കമ്മ്യൂണൽ ഇക്വേഷനൊക്കെ നോക്കുമ്പോൾ പത്മജയുടെ സ്ഥാനാർത്ഥി നല്ല പോസിബിൾ കാൻഡിഡേറ്റായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിപ്പി പത്മജയ്ക്ക് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ 12,000 വോട്ട് നഷ്ടപ്പെട്ടു പോയി. 12,000 വോട്ട് തൃശ്ശൂർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്മജയ്ക്ക് മാത്രമായിട്ട് സംഭവിച്ചൊരു തിരിച്ചടി എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസിൽ നിന്നപ്പം 1000 വോട്ടിന് തോറ്റിരുന്ന ഒരാൾ ബി ജെ പി പിന്നീട് അവിടെ വലിയ വളർച്ച കൈവരിച്ചൊരു സ്ഥലത്ത് 12,000 വോട്ടിന് തോക്കുക എന്ന് പറയുമ്പോൾ അത് ആ രീതിയിലൊരു ഒരു പക്ഷേ ചിലപ്പം ആ സീറ്റിൽ LDFന് എന്താ പറയുക സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചുകൊണ്ടും ഇതെല്ലാം ഇങ്ങനെ മാറാൻ സാധിക്കും. കാരണം അവിടെ ആലങ്കോട് ലീലാവശം വന്നപ്പം CPI എന്ത് സംഭവിച്ചു, സിറ്റിംഗ് സീറ്റിലാണ് ഈ വലിയ തിരിച്ചടി നേരിടുന്നത്. UDF അപ്രതീക്ഷിതമായിട്ട് ജയിക്കുകയും ചെയ്തു. ആ സീറ്റിലൊരു പക്ഷേ ഈ പറയുന്ന പോലെ MD രമേശ് അവിടെ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ, MD രമേശ് സ്ഥാനാർത്ഥി ആവുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്. MD രമേശ് സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഇതാവില്ല, ചിത്രം കുറച്ചുകൂടെ ക്ലോസ് ആയതിന്. ചിലപ്പം ഈ പറയുന്ന പോലെ അടിയൊഴുക്കുകളെല്ലാം ഒത്തു വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ച് കയറാനും സാധ്യത ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ്. ബി ജെ പി ഒരു 3 മുതൽ 7 സീറ്റ് വരെയായിരുന്നു മാക്സിമം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ MT രമേശിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ബി ജെ പിയുടെ പ്രമുഖ മുഖങ്ങളായിട്ടുള്ള MT രമേശ് ഉൾപ്പെടെയുള്ള കുറച്ച് നേതാക്കൾ ഇത്തവണ മത്സരിച്ചിട്ടില്ല. അതേപോലെ തന്നെ അവർ 2020 ഉൾപ്പെടെയുള്ള അവരുടെ ഘടകകക്ഷികൾക്ക് ഇവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ പലതും കൊടുക്കുകയും ചെയ്തു. അത്തരം തീരുമാനങ്ങളായിരുന്നു അവരുടെ സീറ്റ് എണ്ണം കുറയ്ക്കാനുള്ളൊരു കാരണമായത്. സീറ്റ് എണ്ണത്തേക്കാളേറെ ഞാൻ പറയുന്നത് 2020ക്ക് കൊടുത്ത പല സീറ്റുകളും NDAയുടെ വോട്ട് ഷെയർ നഷ്ടപ്പെട്ടു പോകുന്നതിന്, അതായത് ഓവറോൾ വോട്ട് ഷെയർ കുറയാൻ സാധാരണഗതിയിൽ അവർ പ്രതീക്ഷിച്ചതിന് അത്ര എത്താതെ ഈ 15-ൽ ഒതുങ്ങാൻ ഒരു കാരണം അതാണ്. കാരണം ഇപ്പോൾ കൊടുങ്ങല്ലൂർ അല്ലെ തൃപ്പൂണിത്തുറയോ അല്ലെങ്കിൽ റാന്നിയോ ഒക്കെ പറയുന്ന സീറ്റുകളെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വളരെ എന്താ പറയുക വളർച്ച നേടാൻ കഴിഞ്ഞൊരു സീറ്റാണ്. ഇപ്പോൾ ഇടക്കാലത്ത് നമുക്കറിയാം ശബരിമല വിഷയം വന്നപ്പോൾ കോന്നി A ക്ലാസ് മണ്ഡലമായി. K സുരേന്ദ്രൻ അവിടെ വന്ന് മത്സരിച്ച് തീവാറും പോരാട്ടം ആയിരുന്നു. അവിടെ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേക്കാവുന്ന വരെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം. പക്ഷേ അടൂർ പ്രകാശായിരുന്നു 10,17,000 വോട്ടിന് ജയിച്ചു. അന്ന് അത്രയും ക്ലോസ് ആയിട്ട് വോട്ട് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ച ഒരു സ്ഥലത്ത് ഈ ഒറ്റ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതന്നെ 17,000 വോട്ടാണ് ബി ജെ പിയുടെ വോട്ടിൽ ഉണ്ടാകുന്നത്. ഒരു ഒറ്റ ഇടിവെന്ന് 17,000 വോട്ട് ഒരു കാലങ്ങളായിട്ട് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന ഒരു സീറ്റിൽ നഷ്ടപ്പെട്ട സാഹചര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂർ ഏത് സാഹചര്യം ആലോചിച്ചാലും കൊടുങ്ങല്ലൂർ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ബി ജെ പിക്ക് വോട്ട് കൂട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ അവിടെയും വോട്ട് കുറഞ്ഞു. അതൊരു വശത്തെ പരാജയം, ബി ജെ പിയുടെ അങ്ങനത്തെ ഒരു പരീക്ഷണം. മറ്റൊന്നും കൊണ്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ LDF വലിയ തിരിച്ചടി നേടി. എങ്കിൽ പോലും 11 സീറ്റിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അവർക്ക് വോട്ട് കൂടി. UDF ആയിക്കോട്ടെ, UDF ഈ പറയുന്ന 102 സീറ്റിലെ വലിയ മാർജിനിലേക്ക് വിജയം ആഘോഷിക്കുമ്പോൾ UDFനെ സംബന്ധിച്ചും അവർക്ക് 12 സീറ്റ് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ മൂന്നാമത് NDAയുടെ മൊത്തം എടുത്ത് കഥ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കും 37 സീറ്റിൽ വോട്ട് കുറയുകയാണ് ചെയ്തു. അതാണ് LDFൻ്റെ തകർച്ചയൊക്കെ നിൽക്കുമ്പോഴും NDAയെ സംബന്ധിച്ച് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ചിരുന്ന പല സീറ്റുകളിലും
സ്ഥാനാർത്ഥിത്വ പിഴവായിക്കോട്ടെ, ഘടകകക്ഷികൾക്ക് കൊടുത്തതായിക്കോട്ടെ, ആ രീതിയിൽ അവർക്ക് ഒരു കാൽക്കുലേഷൻ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ഈ 3 സീറ്റ് കിട്ടി എന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് BJPയെ സംബന്ധിച്ച് ഇൻ ഫ്യൂച്ചർ അവർക്ക് ഹെൽപ്പുള്ള. അതിൽ ഇനിയുള്ള കാലത്ത് ഏറ്റവും കൗതുകപരമായിട്ട് എല്ലാവരും നിരീക്ഷിക്കുക, തിരുവല്ല സീറ്റ് വാങ്ങാൻ ചാൻസ് ഉണ്ട്. തൃശ്ശൂർ ഈ പറയുന്ന പോലെ മറ്റൊരു സ്ഥാനാർത്ഥിയൊക്കെ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ സാഹചര്യം ഇതുപോലൊക്കെ തന്നെ തുടർന്നാൽ അല്ലെങ്കിൽ പക്ഷേ ജിതേഷ് പറഞ്ഞ പോലെ അവസാനം ഈ 15, 12 ഒക്കെ പറയും, ചില സർവേ 6 പറയുമ്പോഴും BJPയുടെ ലാസ്റ്റത്തെ എക്സ്പെക്റ്റേഷനിൽ ഇതൊന്നുമില്ല. പാലക്കാട് വിജയിക്കുന്നുണ്ടായിരുന്നു, കഴക്കൂട്ടം ഉണ്ടായിരുന്നു, നേമം ഉണ്ടായിരുന്നു, തിരുവല്ല ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ മഞ്ചേശ്വരം മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ മഞ്ചേശ്വരത്തൊക്കെ വലിയ രീതിയിൽ വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ചു, അത് നടന്നില്ല. പക്ഷേ 3 സീറ്റ് കിട്ടി എന്നുള്ളത് BJPക്കും രാജീവ് ചന്ദ്രശേഖരനും എന്താ പറയുക അഭിമാനിക്കാവുന്നൊരു. കാരണം രാജീവ് ചന്ദ്രശേഖർ പാർട്ടി അധ്യക്ഷനായതിനു ശേഷം തെരഞ്ഞെടുപ്പിൽ ഒരു 3 സീറ്റ് നേടാനായി അതിലൊരാൾ രാജീവ് ചന്ദ്രശേഖർ MLA ആയിട്ട് നിയമസഭയിലേക്ക് വരുന്നു. അപ്പം ആ രീതിയിൽ BJPയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായ ഇലക്ഷൻ റിസൾട്ടാണ്. ഇത്തവണ BJP ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ അത് ഈ അവസാന നിമിഷം വോട്ടെടുപ്പിന് തൊട്ട് മുന്നേ വന്ന ഈ FCRA ആയിരുന്നോ അവർക്ക് അതിനൊരു തിരിച്ചടി ആയിട്ടുണ്ടാവുക? അതിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അവർ കുറേ കാലമായി. കാരണം വെച്ചാൽ നമുക്കറിയാം മൊത്തം കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പകുതിയോളം ന്യൂനപക്ഷങ്ങളുള്ള ഒരു സ്റ്റേറ്റിൽ അതിൽ തന്നെ ഒരു 18% ക്രിസ്ത്യൻ സമൂഹം ഉള്ളിടത്ത് ജയിച്ചു വരണമെങ്കിൽ കുറേശ്ശെങ്കിലും ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ കൂടി വേണമെന്ന് BJP വളരെ കൃത്യമായി പഠിച്ച്, തൃശ്ശൂരിലൊക്കെ അങ്ങനെയാണല്ലോ പഠിച്ച് അത് അവരൊരു ദീർഘവീക്ഷണത്തോടെ ചെയ്തു വന്നത്. അങ്ങനെ ഒരു എന്താ പറയുക സാഹചര്യത്തിന് വേണ്ടിയാണ് ഈ 2020 നമുക്കറിയാം. ഈ എറണാകുളം ജില്ലയിൽ ഒരു പ്രാദേശികമായി ഉണ്ടായൊരു പാർട്ടി, ആ പാർട്ടി എന്ന് പറയുന്നത് അവിടെ വളർന്നതും പിടിച്ച വോട്ടുകളും ബഹുഭൂരിപക്ഷം കോൺഗ്രസിൻ്റെ ആയിരുന്നു. കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ കടന്നു കയറി നേടിയ. കാരണം കഴിഞ്ഞ തവണയൊക്കെ കൊച്ചിയിൽ അല്ലെങ്കിൽ കുന്നത്തുനാടൊക്കെ UDF തോൽക്കുന്നതിൽ പോലും ഈ 2020 പിടിച്ച വോട്ടുകൾ വളരെ ക്രൂഷ്യലായിരുന്നു. പക്ഷേ അവർ NDAയുടെ പാർട്ടായപ്പോൾ എന്തുവേണ്ടി ആ വോട്ട് ആ രീതി കിട്ടിയില്ല. ഇനി വേറൊന്ന്, ഈ BJP പ്രതീക്ഷ വെച്ചിരുന്ന അതുപോലെ തന്നെ PC ജോർജിനെ പോലെയുള്ള നേതാക്കളെ എത്തിക്കുന്ന വഴി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊരു പ്രതീക്ഷ വെച്ചു. പക്ഷേ പൂഞ്ഞാർ എന്ന് സംഭവിച്ചു. PC ജോർജിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ ഏകദേശം 5000 വോട്ട് കുറയുകയായിരുന്നു PC ജോർജിന് കിട്ടി. ആലോചിക്കണം, നമ്മൾ ദീർഘകാല MLA ആയി ഒറ്റയ്ക്ക് ഒരു മുന്നണിയുടെയും പാർട്ടല്ലാതെ 10-27,000 വോട്ടിന് ജയിച്ച ചരിത്രമുള്ള PC ജോർജിന്. അവിടെ പക്ഷേ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായ UDF ആ സീറ്റ് വിജയിക്കുകയും LDFന് ആ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻസ് ചിലതൊക്കെ ഫലങ്ങൾ അമ്പരപ്പിക്കുന്ന ചില ദിവസമുണ്ട്. അത് നേരെ അപ്പുറം കാഞ്ഞിരപ്പള്ളി എടുക്കുക. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചു, 29,000 വോട്ട് കിട്ടി. ഈ തവണ അവിടെ BJP മത്സരിപ്പിച്ചത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ്, 26,000 വട്ട വോട്ട് കിട്ടി. ഒരു കേന്ദ്രമന്ത്രി വന്ന് മത്സരിച്ചിട്ട് പോലും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ട് കുറഞ്ഞു. ഇനി അത് ലാസ്റ്റ് പാല എടുത്തു നോക്കി. പാല ഇതിനേക്കാളും തീർത്തും വിഭിന്നമായൊരു ഫലമാണ്. കഴിഞ്ഞ തവണ 10,000 വോട്ട് അവിടെ BJPക്ക് ഉണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥിയുടെ ഒരു പരിമിതിയൊക്കെ. കാരണം അതിന് മുമ്പ് BJP ജില്ലാധ്യക്ഷനോട് മത്സരിച്ചപ്പോൾ 24,000 വോട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 10,000 വോട്ടുണ്ടായിരുന്നു. ഈ തവണ പാലായിൽ ഷോണിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 32,000 വോട്ടാണ്. ആലോചിച്ച് നോക്കുക, 32,000 വോട്ടൊക്കെ പാലാ പോലൊരു സ്ഥലത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 അല്ല 35,000 വോട്ട്. 10,000-ൽ നേരെ 35,000-ലേക്കാണ്. LDFൻ്റെ വോട്ടെന്ന് പറയുന്നത് 42,000. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും, ഒരു 7,000 വോട്ടിന് ഡിഫറൻസേ ഉള്ളൂ. അവിടെ കാപ്പൻ ജയിക്കുന്നതിനെ കഷ്ടിച്ച് 2,000-2,500 വോട്ടിനാണ്. അപ്പം ആ ഒരു എന്താ പറയുക അന്തരം വലിയ രീതിയിൽ ഷോൺ അവിടെ കുറയ്ക്കാൻ കഴിഞ്ഞു. അപ്പം ഷോണിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഈ പറയുന്ന പോലെ PC ജോർജിനെ പോലെ അത്ര നെഗറ്റീവ് അല്ല. PC ജോർജിന് നാവ് പലപ്പോഴും വിനയാകുന്നതുകൊണ്ടാണ് PC ജോർജിൻ്റെ ശത്രുവായി പോയതാണ് പലപ്പോഴും തിരിച്ചടിക്കുകയാണ്. പക്ഷേ ഷോൺ അതല്ല. ഷോണ് ഈ പറയുന്ന പോലെ പാലായിൽ ഇതേപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിരുവല്ല പോലെ BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നല്ല, പക്ഷേ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്കൊക്കെ വരാൻ സാധ്യത. അത് പിന്നെ 2 മണ്ഡലവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോഴിക്കോടത്തെ നോർത്തും സൗത്തും രണ്ടിടത്തും ആ രീതിയിൽ വലിയ രീതിയിൽ ഈ തവണ വോട്ട് വർദ്ധിച്ച് നമുക്ക് കാണാം. കോഴിക്കോട് മണ്ഡലം കൂടിയാണ്. BJP വലിയ വളർച്ച. അതെ, വലിയ വളർച്ച. കാരണം 24,000 വോട്ടുണ്ടായിരുന്നു സൗത്തിൽ, 32,000 ആയി. ഇപ്പോൾ നോർത്തിൽ 30,000 ഉണ്ടായിരുന്നു, 39,000 വോട്ട്, 40,000 വോട്ടെന്ന് പറഞ്ഞാൽ ഷുവർ A ക്ലാസ് മണ്ഡലമാണ്. രണ്ട് നല്ല സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു വൃത്തിയാണ്. അതുകൊണ്ടാണ് മുമ്പേ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലൊക്കെ ഈ നല്ല സ്ഥാനാർത്ഥിയും അതിന് പറ്റുന്ന സീറ്റും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ BJPക്ക് വോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഫാക്റ്റും കൂടെ നമുക്കിത് കാണാം.
നമ്മൾ ഈ BJPയുടെ ഈ വളർച്ചയുടെ കാര്യങ്ങൾ നോക്കിയാൽ ഒരു 2014 മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളാണെങ്കിൽ അവർക്ക് പല മണ്ഡലങ്ങളിലും ഒരു 5 to 10% വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മിക്ക മണ്ഡലങ്ങളിലും. പക്ഷേ ഒരു 2016 അതിന് ശേഷമുള്ള, അതായത് മോദി 2014 അധികാരമേറ്റതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് BJP ഒറ്റയടിക്ക് വലിയ വളർച്ചയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു മോദി ഫാക്ടർ ആണോ, അല്ലെങ്കിൽ 2016 ശേഷമാണ് BDJS മുന്നണിയിലേക്ക് വരുന്നത്? അപ്പോൾ ഈ BDJSും അതുപോലെ തന്നെ മോദി ഫാക്ടറും ആണോ BJPക്ക് ഇങ്ങനെ ഒരു പലയിടത്തും വോട്ട് കൂടാനുള്ളൊരു കാരണമായത്? ഈ BDJS അത് രണ്ട് രീതി പറയാം. ഒന്ന്, BJP സ്വാഭാവികമാണ്, മോദി തരംഗം വന്നു തുടങ്ങിയ 2014 മുതൽ കേരളത്തിലെ ഒരു നിശ്ചിത ശതമാനം ആൾക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കേന്ദ്രത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ട്. അത് ഘടകകക്ഷി എന്നൊന്നുമില്ല, BJPക്ക് അനുകൂലമായി, NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കിയറിയാം, 11 സീറ്റുകളിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് BJPക്ക് എത്താൻ കഴിഞ്ഞു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലേ ഉണ്ടായിരുന്നുള്ള LDFന് ഒന്നാം സ്ഥാനം. അങ്ങനെ ആ രീതിയിൽ ലോക്സഭയിലേക്ക് ഒരു NDAക്ക് അനുകൂലമായി മോദിക്കുള്ളൊരു വോട്ടായിട്ട് വലിയ രീതിയിൽ അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി BDJസിൻ്റെ കാര്യം വരുമ്പോൾ BDJS എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ BDJS വന്ന ഇലക്ഷനിൽ അത് സാമാന്യം നന്നായിട്ട്, ഇപ്പം നമുക്കറിയാം ഉടുമ്പൻചോല, അല്ലെങ്കിൽ ഈ എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ വരെയുള്ള ഈ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ പല സീറ്റുകളിലും BDJസിൻ്റെ വരവ് കോൺഗ്രസിൻ്റെ പരാജയത്തിൽ, പല സീറ്റുകളും കോൺഗ്രസിൻ്റെ പരാജയത്തിനൊരു കാരണം ആയി ഒരു പരിധി വരെ. കാരണം എല്ലാവരും വിചാരിച്ചു ആദ്യഘട്ടത്തിലൊക്കെ BDJS വരുന്നു, അത് LDFൻ്റെ വോട്ട് കൊണ്ടുപോകുന്നു, കാരണം ഇടവ വോട്ട് ബാങ്കിലേക്ക് ഒരു ഷിഫ്റ്റിന് വേണ്ടി കൊണ്ടുവന്നു. ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയായിരുന്നു. പക്ഷേ BDJസിൻ്റെ ഒരു കാര്യം സംഭവിച്ചാൽ അതൊരു അസ്ഥിരതയായി, അതൊരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് പിന്നീട് അതിൻ്റെ നേതാവ് മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എടുത്തു പറയുന്ന BDJസിൻ്റെ ഒരു നേതാവിനെ മത്സരിച്ച് ഒരാളുടെ പേര് ചോദിച്ചാൽ പോലും ഒരു പക്ഷേ ജിതേഷിന് അറിയില്ല. അത് ആരുടെയും കുറ്റമല്ല, കാരണം വെച്ചാൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൺവേർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതിൽ BDJസിന് പിഴവുപറ്റുന്നുണ്ട്. എപ്പോഴും ഇപ്പം തൃപ്പൂണിത്തുറ മണ്ഡലം, നമ്മളിപ്പോൾ 2020 കാര്യം പറഞ്ഞു, ആ സീറ്റിൽ ചിഹ്നം താമരയായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല അവിടുത്തെ വോട്ട്. അതുപോലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ചിഹ്നം താമരയായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ലോക്സഭയിലേക്ക് ചെയ്യുന്ന പോലെ നിയമസഭയിലേക്ക് ചെയ്യണമെന്നില്ല. കാരണം നിയമസഭയിൽ അധികാരത്തിലെത്തില്ല എന്നറിയുന്നതുകൊണ്ടാണ്. ലോക്സഭയിൽ ചിലപ്പോൾ ഒരു MP കിട്ടിയേക്കാം, അല്ലെങ്കിൽ അത് മോദിക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് വോട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള കൺവെൻഷൻ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോഴും ഈ 3 സീറ്റെന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് ഈ റിസൾട്ടിലെ അവരുടെ ഏറ്റവും മികച്ച സക്സസ്സാണ്.